തൈപ്പൂയ ആഘോഷത്തോടനുബന്ധിച്ച് മൂന്നാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിവിധ പൂജകളും ഘോഷയാത്രയും നടന്നു. തോട്ടം മേഖലയിൽ നിന്ന് നിരവധി ആളുകളാണ് തൈപ്പൂയ ആഘോഷത്തിൽ പങ്കെടുത്തത്. തൈ പിറന്നാൾ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി. തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ നിവൃത്തിയുണ്ടാകുമെന്നാണ് വിശ്വാസം. അഭിഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത്. തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്ന വിശേഷമാണ്. പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയ ആഘോഷമാണ് നടക്കുക. സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പൂജകളും ചടങ്ങുകളുമാണ് ഈ ദിവസം നടക്കുക. കാവടിയെടുത്ത് വ്രതമിരുന്നും നാവിൽ ശൂലം കുത്തിയുമൊക്കെ വ്യത്യസ്തമായ രീതികളിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തൈപ്പൂയ ആഘോഷം. മൂന്നാറിലെ തൈപ്പൂയ ആഘോഷം വലിയ രീതിയിലാണ് നടന്നത്. പറവക്കാവടിയും വാദ്യമേളങ്ങളോടുകൂടിയ ഘോഷയാത്ര പഴയ മൂന്നാർ പാർവതിയമ്മൻ ക്ഷേത്രത്തിലെത്തുകയും പിന്നീട് തിരികെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു. തുടർന്ന് ഭക്തർക്കായി നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു. രാവിലെ പാലഭിഷേകത്തോടെയായിരുന്നു തൈപ്പൂയ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ക്ഷേത്ര പൂജാരി ശങ്കർനാരായണ ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു വിവിധ പൂജകളും പ്രാർത്ഥനകളും നടന്നത്. തൈപ്പൂയ ആഘോഷത്തിൽ തോട്ടമേഖലയിൽ നിന്ന് നിരവധി ആളുകളാണ് ഭക്തിസാന്ദ്രമായി പങ്കെടുത്തത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.